നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ട്രയൽ ബാലൻസ് എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കേണ്ട സാധനം എന്താണ് ട്രയൽ ബാലൻസ്. എന്താ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസസ് or total of debits and credits of all accounts in the ledger to test the arithmetical accuracy of ledger account. അങ്ങനെ കാണുമ്പോൾ എടുക്കാറുണ്ടാവും. സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സാധനം ജേണലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ജേണൽ എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ പൈസ വരുമ്പോഴും പൈസ പോകുമ്പോഴും സാധനം വരുമ്പോഴും കടത്തിന് വാങ്ങുമ്പോഴും കടത്തിന് കൊടുക്കുമ്പോഴും സാലറി കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാ സാധനത്തിനും നമ്മൾ ഇതുപോലെ എന്താക്കുന്നു ജേണൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തും. ഇങ്ങനെ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ സാധനത്തിനാണ് നമ്മൾ ജേണൽ എന്ന് പറയാം. ജേണൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ്? ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോന്നിനും സെപ്പറേറ്റ് ബുക്ക് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ തന്നെ കണ്ടോ, ക്യാഷ് അക്കൗണ്ട് അതൊരു ബുക്കാണ്, ക്യാപിറ്റൽ അത് വേറൊരു ബുക്കാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താകുവാണ്, വേറെ തന്നെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നമ്മൾ എവിടെ രേഖപ്പെടുത്തും? ഇവിടെയാണ് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ വേറെ ഒരു അക്കൗണ്ടും കൂടെ നമ്മൾ ഉണ്ടാക്കുകയാണ്, വേറൊരു ലെഡ്ജറും കൂടെ. അതിൽ ലെഡ്ജർ എന്നാണ് പറയുക. ലെഡ്ജറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതിലാണ് എന്താവുക നമ്മൾ വെക്കുക. ഇത് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ലെഡ്ജറാണ്. അപ്പോൾ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ രേഖപ്പെടുത്തും. ഇനി നമ്മൾ വേറെ ഇസ്മായിൽ എന്ന് പറഞ്ഞ ചങ്ങായിക്ക് നമ്മൾ പൈസ കടം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇസ്മായിലിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഇസ്മായിലുമായി ബന്ധപ്പെട്ടത് ഇസ്മായിലിന് കൊടുത്തത്, ഇസ്മായിലിന് വാങ്ങിയത്, ഇങ്ങനെ എല്ലാ സാധനവും എന്താവും നമ്മളിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നിങ്ങൾ നമ്മളെ മറ്റേ ഡെഫിനിഷൻ പഠിച്ചില്ലേനോ? ആ ഡെഫിനിഷനിൽ ആദ്യം നമ്മളെന്താ പറഞ്ഞത്? അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഇതാണ് ഈ റെക്കോർഡിങ് എന്ന് പറഞ്ഞ സാധനം. രണ്ടാമത്തെ സാധനങ്ങൾ പഠിച്ചില്ലേനോ? ക്ലാസിഫൈയിങ്. ആ ക്ലാസിഫൈങ് എന്ന് പറഞ്ഞ സാധനമാണത്. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. ഓരോന്നിനും എന്താക്കുക, വേറെ വേറെ കോളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനാണ് നമ്മൾ ക്ലാസിഫൈങ്, തരംതിരിക്കുക എന്ന് പറഞ്ഞത്. തരംതിരിക്കുമ്പോൾ എന്താ, ഒരേ സ്വഭാവമുള്ള സാധനത്തിനെ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ തരംതിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഇസ്മായിലുമായി ബന്ധപ്പെട്ടല്ല അവിടെ, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടല്ല അവിടെ, ക്യാഷുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ, അങ്ങനെ. ഓക്കെ, ഇനി മൂന്നാമത്തെ സാധനം പറഞ്ഞത് എന്താണ്? സമ്മറൈസിങ് എന്നാണ് പറഞ്ഞത്. ഈ സമ്മറൈസിങ് ആണ് ശരിക്കും ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ സാധനം. അതെങ്ങനെയാണ്? ഇവിടെ കണ്ട നമ്മൾ ഇസ്മായിലുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ എന്താക്കി ഇവിടെ രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ലാസ്റ്റ് ഇസ്മായിലിൻ്റെ ലാസ്റ്റ് എത്ര ബാലൻസ് എത്ര വരുന്നതെന്ന് നമ്മൾ നോക്കും. ഇപ്പം ഇവിടെ ഈ അക്കൗണ്ട് നമ്മൾ എന്താക്കാണ്, ടാലിയാക്കാണ്. അതുപോലെ ഈ അക്കൗണ്ട് നമ്മൾ എന്താക്കാണ്, ടാലിയാക്കാണ്. ടാലിയാക്കാൻ മീൻസ് ഇത് നമ്മൾ ബാലൻസ് ചെയ്യാണെന്ന് അർത്ഥം. അപ്പം ഇതിൽ വരുന്ന ബാലൻസ് ഉണ്ടല്ലോ, ഈ ബാലൻസ് നമ്മൾ എന്താകുന്നു, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതാണ്. ഇതിൽ കണ്ടങ്ങൾ ഇത് ഡെബിറ്റ് ഭാഗമാണ്, ഇത് ക്രെഡിറ്റ് ഭാഗമാണ്. അപ്പോൾ ഡെബിറ്റ് ഭാഗത്ത് ബാലൻസ് ഡെബിറ്റ് ഭാഗത്താണെങ്കിൽ നമ്മൾ എന്താക്കും, ഇവിടെ രേഖപ്പെടുത്തും. ക്രെഡിറ്റ് ഭാഗത്താണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താക്കും, ഇവിടെ രേഖപ്പെടുത്തും. ഇവിടെ ഡെബിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തും, ഇവിടെ എന്താക്കും, ക്രെഡിറ്റ് ഭാഗത്ത് രേഖപ്പെടുത്തും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താക്കി, ജേണൽ എൻട്രി എഴുതി. എന്നിട്ട് എമൗണ്ട് എടുത്തിട്ട് ഓരോന്നും എന്താക്കി വേറെ വേറെ ഇതിലേക്ക് തരംതിരിച്ച്, എന്നിട്ട് അതിൽ നിന്ന് ബാലൻസ് ചെയ്തിട്ട് എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് എന്താക്കി നമ്മൾ ഇവിടെ സമ്മറൈസ് ചെയ്ത് എഴുതി. ഇതിനാണ് സമ്മറൈസിങ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ മൊത്തം ലെഡ്ജറിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് എന്ത്, ഈ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ സാധനം. അതായത് ഈ എല്ലാ ലെഡ്ജറിലെയും ബാലൻസ് നമ്മൾ എവിടെ എടുത്തായിട്ട് എഴുതും, ഈ ട്രയൽ ബാലൻസ് നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രയൽ ബാലൻസ് എന്ന് പറയാം. ഒന്നുകൂടെ നോക്കിക്കോ. ട്രയൽ ബാലൻസ് ഈസ് ദ ട്രയൽ ബാലൻസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പത്രികയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രിപ്പയർഡ്, അത് തയ്യാറാക്കപ്പെടുന്നു അല്ലെങ്കിൽ തയ്യാറാക്കുന്നു. എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്നറിയോ? വിത്ത് ദ ബാലൻസുകളെ കൊണ്ട്. അത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഓരോന്നിൻ്റെയും ബാലൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാലൻസുകളെ കൊണ്ട് തയ്യാറാക്കുന്നതാണ്. ഓർ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് ഓൾ അക്കൗണ്ട്. സെയിം മീനിങ് തന്നെയല്ലേ? എല്ലാ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് കോളം കൊണ്ടോ അതല്ലെങ്കിൽ ക്രെഡിറ്റ് കോളം കൊണ്ടോ, അല്ലെങ്കിൽ ഡെബിറ്റ് കോളം കൊണ്ടും ക്രെഡിറ്റ് കോളം കൊണ്ടും രണ്ടൊന്നും എടുത്തിട്ട് എന്താണ് രേഖപ്പെടുത്തുകയാണ്. അതായത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ രണ്ട് രൂപ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് ബാലൻസ് മാത്രം എടുത്ത് എഴുതിയിട്ട് ട്രയൽ ബാലൻസ് ഉണ്ടാക്കും.
മറ്റേത് എന്താക്കുന്നോ ഡെബിറ്റ് സൈഡിൽ വരുന്നതും ക്രെഡിറ്റ് സൈഡിൽ വരുന്നതും രണ്ടും എടുത്തോട്ടെന്താവും രേഖപ്പെടുത്തും. അങ്ങനെ എന്താക്കും നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നോക്കിക്കോ, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രിപ്പയർഡ് അത് തയ്യാറാക്കപ്പെടുന്നു. എന്ത് വെച്ചിട്ടാണ് തയ്യാറാക്കണം എന്നറിയോ? ഒന്നുകിൽ ബാലൻസ് വെച്ചിട്ട്, അതായത് എല്ലാ ലെഡ്ജറിൻ്റെയും ബാലൻസ് വെച്ചിട്ട്, അതല്ലെങ്കിൽ എല്ലാ ലെഡ്ജറിലെയും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡത്തെ എമൗണ്ട് മൊത്തം രേഖപ്പെടുത്തിയിട്ട്. ഇതെന്തിനാണ് തയ്യാറാക്കുന്നത്? ടു ടെസ്റ്റ്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരിത്മെറ്റിക്കൽ ആക്യുറസി, ഇതിൻ്റെ കൃത്യത രേഖപ്പെടുത്തിയത് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് രേഖപ്പെടുത്തിയത് കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ സാധനവും കൂട്ടി ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ സാധനവും കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് ഈ രണ്ട് ഭാഗത്തും, അതായത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും തുല്യ എമൗണ്ടാണ് എന്താ കിട്ടുക. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലെഡ്ജർ ചെയ്തത് പേച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാണ്, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ലെഡ്ജറിൻ്റെ ബാലൻസ് കൊണ്ടോ അതല്ലെങ്കിൽ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് ഭാഗത്തും ക്രെഡിറ്റ് ഭാഗത്തുള്ള മൊത്തം എമൗണ്ട് വെച്ചിട്ടോ ഇതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, കൃത്യത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടാണെന്ത് ഈ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതാണ് നിങ്ങൾ ഒന്നാമത് പഠിക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യം എന്താണ്? അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. 3 ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടു ടെസ്റ്റ് ദ പിന്നെ അരിത്മെറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. അതായത് നമ്മൾ ഏരിയയിൽ, അതായത് ഇഫ് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് ആർ ഫൗണ്ട് ഈക്വൽ, ഡെബിറ്റും ക്രെഡിറ്റും ഇവിടെ പറഞ്ഞില്ലേ, ഡെബിറ്റും ക്രെഡിറ്റും ഒരേ മാതിരിയാണെങ്കിൽ വി ക്യാൻ അസ്യൂം, അതിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റും ദാറ്റ് പോസ്റ്റിംഗ് ഹാവ് ബീൻ മെയ്ഡ്. നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഡ്ജറിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. നമ്മൾ ചെയ്ത പോസ്റ്റിംഗ് ഒക്കെ ഓൺ ദ കറക്റ്റ് സൈഡ് ഓഫ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ടേക്കൺ ആർ കറക്റ്റ്ലി, നമ്മൾ രേഖപ്പെടുത്തിയതൊക്കെ ക്ലിയർ ആണ് എന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ടു വെരിഫൈ ദ അരിത്മെറ്റിക് ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ വ്യക്തത അല്ലെങ്കിൽ കൃത്യത വെരിഫൈ ചെയ്യുന്ന അളക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലക്ഷ്യമാണ് പറയുന്നത് ടു ലൊക്കേറ്റ് എറേഴ്സ്. ടു ലൊക്കേറ്റ് എറർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവം എന്നറിയോ? ഇത് രണ്ട് സൈഡും തുല്യമാവുന്നില്ല. തുല്യമാവാത്ത സമയത്ത് നമുക്ക് മനസ്സിലായി എവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ തെറ്റിയെന്ന് നോക്കൂലേ, അതാണ് ലൊക്കേറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞത്. എറേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റ്, ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കണ്ടെത്തുക. ലൊക്കേറ്റ് എറേഴ്സ് നോക്കുക. ഇഫ് ദ ട്രയൽ ബാലൻസ് ടോട്ടൽ ഡസ് നോട്ട് അഗ്രി, ട്രയൽ ബാലൻസിന് ഇതാണ് ട്രയൽ ബാലൻസിന് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടോ, ഇതെന്താണെന്നില്ല അഗ്രി ആകുന്നില്ല. ഇറ്റ് മീൻസ് അതിന് അർത്ഥം എന്താണെന്നറിയോ? ദാറ്റ് ദർ എക്സിസ്റ്റ് സം എറേഴ്സ്, തെറ്റുണ്ട് ഡ്യൂ ടു പോസ്റ്റിംഗ് ഓഫ് റോങ് എമൗണ്ട്. ഒന്നുകിൽ റോങ് എമൗണ്ട്, തെറ്റായ എമൗണ്ടുകൾ നമ്മൾ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ റോങ് ടോട്ടൽ ചെയ്ത് കൊടുത്ത എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് റോങ് സൈഡ്, ഡെബിറ്റ് കൊടുക്കേണ്ടി ക്രെഡിറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടി ഡെബിറ്റ് കൊടുത്ത്, അതല്ലെങ്കിൽ ഒമിഷൻ ടു പോസ്റ്റ് ആൻ എമൗണ്ട്, ഏതെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ എഴുതാൻ വിട്ടുപോയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട് എന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന, അതായത് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മളിവിടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഫൈനൽ അക്കൗണ്ടിൽ അവിടെ നിങ്ങൾക്ക് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ബാലൻസ് ഷീറ്റിൽ അവസാനം ലാബിലിറ്റീൻ്റെ സൈഡും അസറ്റിൻ്റെ സൈഡും തുല്യമായിട്ടല്ലേ വരല്ലേ? യെസ്, ആ തുല്യമായിട്ട് വരുന്ന അതേ രൂപമാണ് ഇവിടെ ഉള്ളത്. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും. അസറ്റിലെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് അസറ്റാണ്. ഓക്കെ, അത് ഏത് ഭാഗത്താണ്? ഡെബിറ്റ് സൈഡാണ്. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞതാണ് ക്രെഡിറ്റ് സൈഡാണ്. അതേമാതിരി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾ 3 സാധനം പഠിച്ചാൽ മതി. ഒന്ന് ടു വെരിഫൈ ദ അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അത് കൃത്യമാണോ, രേഖപ്പെടുത്തിയത് കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ ടു ലൊക്കേറ്റ് എറേഴ്സ്, തെറ്റുകൾ കണ്ടെത്തുക. മൂന്നാമത്തത് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൽ സഹായിക്കുക, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക. അപ്പോൾ ഈ 3 എന്ത് ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ 2 മെത്തേഡ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ 2 മെത്തേഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന് ടോട്ടൽ മെത്തേഡാണ്, ഒന്ന് ബാലൻസ് മെത്തേഡാണ്. ഈ ടോട്ടൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ലെഡ്ജർ, ഈ ലെഡ്ജറിൻ്റെ
ഡെബിറ്റ് സൈഡിലെ എമൗണ്ടും ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടും രണ്ടും രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ടോട്ടൽ മെത്തേഡ് എന്ന് പറയാം. അതേസമയം ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും രേഖപ്പെടുത്തൂല, പിന്നെ രണ്ട് സൈഡും ഒരുപോലെ ആക്കിയിട്ട് ബാലൻസ് വരുമല്ലോ, ആ ബാലൻസ് വരുന്ന എമൗണ്ടിനെ മാത്രം രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ ബാലൻസ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട സാധനം അക്കൗണ്ടിങ് എറേഴ്സ്. ഓക്കെ, അക്കൗണ്ടിങ് എറേഴ്സ്, അക്കൗണ്ടിങ്ങിലെ തെറ്റുകൾ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രധാനമായിട്ടും എന്തുണ്ടെന്നറിയാം, പിന്നെ 4 തെറ്റുകളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്ന് എറേഴ്സ് ഓഫ് കമ്മീഷനാണ്, പിന്നൊന്ന് എറേഴ്സ് ഓഫ് ഒമിഷന്, പിന്നൊന്ന് കോമ്പൻസേറ്റിംഗ് എറർ, പിന്നെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഇനി ആദ്യം തന്നെ പറഞ്ഞുതരാം, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ള ഒരു എറേഴ്സാണെന്ത്, എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഏത് എററാണ് നിങ്ങളോട് ചോദിച്ച്, ചിലപ്പോൾ 3 സാധനമൊക്കെ തരാം. എന്നാൽ 3 നിങ്ങൾ എറേഴ്സ് ഒന്നും തിരിയില്ലെങ്കിൽ നിങ്ങൾ 3 എറേഴ്സ് ഓഫ് കമ്മീഷൻ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് എന്തായാലും കയ്യിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞുതരാം, ഒന്ന് കേട്ടോ. ഒന്ന്, ഇപ്പം നമ്മളുണ്ടല്ലോ 670 എന്ന് നമ്മളെ എമൗണ്ട് നമ്മൾ 760 എന്ന് മാറി എഴുതി, ഇത് എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. ഇനി വേറൊന്ന്, ബാലൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇട്ടത്, പക്ഷെ രേഖപ്പെടുത്തിയത് കാലൻ്റെ അക്കൗണ്ടിലേക്കാണ്, അതെന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. ഇനി ബാലൻ തന്ന് എന്നുള്ളതേനോ, പക്ഷെ നമ്മൾ രേഖപ്പെടുത്തിയ ബാലൻ കൊടുത്ത് എന്നുള്ളതാണ്, അതെന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. 500 കിട്ടിയത് 50 എഴുതി, 50 കിട്ടിയത് 500 എഴുതി, ഇതൊക്കെ എന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. പിന്നെ അതേമാതിരി തന്നെ 650 റുപ്യേൻ്റെ സാധനം നമ്മൾ വാങ്ങിയെന്ന് ഒരിക്കൽ രേഖപ്പെടുത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മറന്നാട്ട് വീണ്ടും എന്താക്കിയാണ് 670 സാധനം പിന്നെയും നമ്മൾ രേഖപ്പെടുത്തിയാണ്, അതായത് ഒരു സാധനം 2 തവണ എന്താക്കി രേഖപ്പെടുത്തിയാണ്, എന്നാൽ അതും എന്തായിരിക്കും, എറേഴ്സ് ഓഫ് കമ്മീഷനാണ്. അപ്പോൾ കൂടുതലും നമ്മുടെ അടുത്ത് സംഭവിക്കൽ ഏതാണ്, എറേഴ്സ് ഓഫ് കമ്മീഷനാണ് എന്നെന്താക്കുക, മനസ്സിലാക്കുക. ഇനി അടുത്തത് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഈ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്നുള്ളത് നിങ്ങൾ ചോദ്യപേപ്പറിൽ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ എന്താവുന്നു, നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വേർഡുകളൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വിട്ടുപോയി, ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിടുക എന്നർത്ഥം. ഒമിഷൻ എന്ന് പറഞ്ഞാൽ വിട്ടു പോവുക, എഴുതാൻ വിട്ടുപോയി എന്നല്ലേ പറയില്ല നമ്മൾ, ആ സാധനമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തായി മലയാളം വായിച്ചു നോക്കുന്ന സമയത്ത് ഒരു ഭാഗം രേഖപ്പെടുത്തി മറ്റേ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ 2 ഭാഗവും രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കഴിയുമ്പോൾ എന്ത് മനസ്സിലായി, മറ്റേ ഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് അതെന്താണ്, ഒമിഷനാണ്. ഓക്കെ, ഒമിഷന് അതല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് നോട്ട് റെക്കോർഡ്, ഇങ്ങനെ വേർഡ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ പറ്റും, അതെന്താണ്, എറേഴ്സ് ഓഫ് ഒമിഷനാണ്. ഇനി അതല്ലെങ്കിൽ ഇതാ നോട്ട് എൻഡഡ്, ഇങ്ങനൊരു വേർഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അത് എറേഴ്സ് ഓഫ് ഒമിഷനാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ എറേഴ്സ് ഓഫ് ഒമിഷൻ 2 രൂപത്തിലുണ്ട്. ഒന്ന് പാർഷ്യൽ ഒമിഷനുണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നറിയാം. പാർഷ്യൽ എന്ന് പറഞ്ഞ അർത്ഥം പാർട്ട് പ്ലസ് അങ്ങനെയാണ് വരുന്നത്. പാർഷ്യൽ അതായത് ഒരു ഭാഗം വിട്ടുപോയി എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ പറയാണ്, നമ്മൾ എന്തായിരുന്നോ ബിസിനസ്സിലേക്ക് പൈസ ഒരാൾ 5000 എന്താക്കി ബാങ്കിലേക്ക് ഇട്ടു, ഒരു കസ്റ്റമർ 5000 രൂപ ബാങ്കിലേക്ക് ഇട്ടു, ഇസാക്ക്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇസാക്ക്. ജേണൽ എൻട്രി ഇങ്ങനെ നമ്മൾ എഴുതിയത്. ഈ ജേണൽ എൻട്രി നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിലെ ഒരു ഭാഗം മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇസാക്കിൻ്റെ പിന്നെ ലെഡ്ജറിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ക്യാഷിൻ്റെ ലെഡ്ജറിൽ നമ്മൾ 5000 രേഖപ്പെടുത്തിയില്ല. അപ്പോൾ ഒരു ഭാഗം രേഖപ്പെടുത്തി ഒരു ഭാഗം രേഖപ്പെടുത്തിയില്ല. ഇതിനാണ് നമ്മൾ പാർഷ്യൽ ഒമിഷൻ എന്ന് പറയാം. അതായത് പകുതി വിട്ടുപോയി, ക്യാഷ് നീതാൻ വിട്ടുപോയി, അതേസമയം ഇസാക്ക് നീതിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ പാർഷ്യൽ ഒമിഷൻ എന്ന് പറയാം. എന്നാൽ ഈ സാധനം മൊത്തം തന്നെ നമ്മൾ എഴുതാൻ അങ്ങോട്ട് വിട്ടുപോയി. എന്നാൽ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, പിന്നെ കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട 3-4 വേർഡ് ഉണ്ട്. ഒന്ന് ഒമിറ്റ്,
അതല്ലെങ്കിൽ നോട്ട് റെക്കോർഡ്, അതല്ലെങ്കിൽ നോട്ട് എൻഡേഡ്, അതല്ലെങ്കിൽ ഓൺലി റെക്കോർഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓൺലി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മാത്രം റെക്കോർഡ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ അയിമ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അത് പിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞ സാധനം. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോമ്പൻസേറ്റിംഗ് എററാണ്. കോമ്പൻസേറ്റിംഗ് എറർ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ നാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കിട്ടും. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാണ്, സെയിം എമൗണ്ട് ആണ് വിട്ടു പോയതെങ്കിൽ, അതായത് സെയിം എമൗണ്ട് ആണ് തെറ്റ് ചെയ്തതെങ്കിൽ മിക്കവാറും അതെന്തായിരിക്കും, കോമ്പൻസേറ്റിംഗ് എറർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരാൾക്ക് 200 കൊടുക്കാനുണ്ട്. ഞാനൊരാൾക്ക് 200 റുപ്യ എന്താവാണ്ട് കൊടുക്കാനുണ്ട്. വേറൊരാൾക്ക് 100 റുപ്യയും കൊടുക്കാനുണ്ട്. 200 റുപ്യാണ് എക്ക് കൊടുക്കാനുള്ളത്, 100 റുപ്യാണ് ബിക്ക് കൊടുക്കാനുള്ളത്. എക്ക് 200 റുപ്യ കൊടുക്കാനുള്ളിടത്ത് ഞാൻ 200 റുപ്യ കൊടുത്ത്, പക്ഷേ രേഖപ്പെടുത്തിയത് 250 എന്നാണ്. 200 റുപ്യാണ് ഞാൻ കൊടുത്തത്, പക്ഷെ രേഖപ്പെടുത്തിയത് 250 എന്നാണ്. ബിക്ക് ഞാൻ 100 റുപ്യ കൊടുത്ത്, പക്ഷേ ബീൻ്റെത് ഞാൻ രേഖപ്പെടുത്തിയത് എത്രയാണ്, 100 പകരം ഞാൻ അറിയാതെ രേഖപ്പെടുത്തിയത് 50 എന്നാണ്. എനിക്ക് ഞാൻ ടോട്ടൽ എത്ര കൊടുക്കാനുള്ളത്, 300 ഞാൻ കൊടുക്കാനുള്ളത്. ഞാൻ 300 തന്നെ ടോട്ടൽ കൊടുത്തും ചെയ്തിട്ടുള്ളൂ. രേഖപ്പെടുത്തിയത് നോക്ക്, ടോട്ടൽ 300. രണ്ടാളേലും എന്തായിട്ടുണ്ട്, 200 കൊടുക്കാനുള്ളത് 250 രേഖപ്പെടുത്തി, 100 കൊടുക്കാനുള്ളത് നമ്മൾ 50 എന്നാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ടോട്ടൽ 300 നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതായത് ഇവിടെ അധികം എഴുതിപ്പോയ 50-നെ മറ്റേ സ്ഥലത്ത് 50 കുറച്ചെന്തായി രേഖപ്പെടുത്തി, അങ്ങനെ എന്താക്കി, അത് പ്രശ്നം പരിഹരിച്ചു പോയി. കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മളടുത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് പ്രായച്ചിത്തം എന്നൊക്കെ പറയില്ലേ, ഇതിനാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് മറഞ്ഞു പോവുകയാണെങ്കിൽ ഈ തെറ്റിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും കണക്ക് നോക്കി എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താവുന്നു, നിങ്ങൾക്ക് അയിമെന്ന് അത് പിടിക്കാൻ വേണ്ടി പറ്റും, കോമ്പൻസേറ്റിംഗ് എറർ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. നമ്മളെ എറേഴ്സ് ഓഫ് കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു എററാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ നോക്കുക എന്താ സാധനം എന്നുള്ളത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് അധികം വരല് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും മാറൂല, അതേസമയം അക്കൗണ്ടുകൾ തമ്മിൽ എന്താവുന്നോ മാറിപ്പോവും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ എന്താക്കിയെന്നോ മെഷീന് വാങ്ങാനിപ്പോൾ ഞാൻ ഇവിടെ 10,000 കൊടുത്ത്, ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ എന്താക്കി 1,000 കൊടുത്ത് എന്ന് വിചാരിക്കുക. ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ എന്താക്കി 1,000 കൊടുത്ത്. എന്നിട്ട് എന്നോട് പറഞ്ഞു മെഷീൻ്റെ ഈ ഫിറ്റ് ചെയ്യുന്ന ചാർജ് വേജസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ജേണൽ എൻട്രി രേഖപ്പെടുത്തിയത് വെച്ച് നോക്കുമ്പോൾ ജേണൽ എൻട്രി എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയോ? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. ശരിക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെയല്ല വേണ്ടത്. പിന്നെ എങ്ങനെയാണ് വേണ്ടത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഇങ്ങനെയാണ് വേണ്ടത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെഷീനറിൻ്റെ വില എന്ന് പറഞ്ഞത് അതിൻ്റെ എല്ലാ ചിലവും, അത് റിപ്പയർ അല്ല കേട്ടോ, തുടക്കത്തെ പുതിയൊരു മെഷീനറിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനവും അതേ അക്കൗണ്ടിൽ, ഏത് ഫിക്സഡ് അസറ്റാണോ ആ ഫിക്സഡിൻ്റെ അതേ അക്കൗണ്ടിലേക്കാണ് എന്താ വേണ്ടത്, ചേർക്കേണ്ടത് എന്നൊരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിയറി അനുസരിച്ച് ഈ 1000 റുപ്യ ഏതിൽ തന്നെയാണ് വരേണ്ടത്? മെഷീനറിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് വരേണ്ടത്, അല്ലാണ്ട് എവിടെ അല്ല, വേജസിൻ്റെ അക്കൗണ്ടിലല്ല വരേണ്ടത്. ഇപ്പോൾ നോക്ക്, ഇതും ഡെബിറ്റ് സൈഡാണ്, ഇതും ഡെബിറ്റ് സൈഡാണ്. ട്രയൽ ബാലൻസ് ഒരു കുഴപ്പമില്ല, കണക്കിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്താണ്, രണ്ട് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടുകൾ മാറിപ്പോയാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അധിക ക്വസ്റ്റ്യനും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുക ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ്. ഫിക്സഡ് അസറ്റിൻ്റെ ഏതെങ്കിലും ഒരു സാധനം ചിലപ്പം പറയും പുതിയൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, അതിൻ്റെ ലേബർ ചാർജ് ഏതിലാണ് രേഖപ്പെടുത്തിയത്? വേജസിലാണ് രേഖപ്പെടുത്തിയത് എന്ന് പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ചിലവ് ബിൽഡിങ്ങിലാണ് വരിക, അതെന്തിലല്ല, വേജസിലല്ല.
ഓക്കെ, അങ്ങനെയാണ് എന്ത് ഈ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. ഇനി വേറൊന്ന്, ഇവിടെ ഉദാഹരണം പറഞ്ഞ പർച്ചേസാണ്, ഒരു ഫർണിച്ചർ വാങ്ങിയത് രേഖപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? പർച്ചേസ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ശരിക്കും ഇത് ഫിക്സഡ് അസറ്റ് അല്ലേ? ഫിക്സഡ് അസറ്റ് രേഖപ്പെടുത്തുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ഫിക്സഡ് എന്നുള്ള പേര് പ്രത്യേകം എന്താക്കണം, രേഖപ്പെടുത്തണം. അപ്പോൾ എങ്ങനെ ഉണ്ടാകുക? ഫർണിച്ചർ അക്കൗണ്ട്, ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ഇങ്ങനെയാണ് വേണ്ടത്. ഇവിടെ നോക്ക്, ക്രെഡിറ്റ് ഭാഗം ക്യാഷ്, ഒരു കുഴപ്പമില്ല. അതേസമയം ഡെബിറ്റ് ഭാഗത്തുള്ള ഈ രണ്ട് സാധനങ്ങൾ അക്കൗണ്ട് മാറിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്ര സാധനമാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ജേണൽ എൻട്രീസ് ആണ് എന്താണത് പഠിക്കുന്നത്. അതിൻ്റെ മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോ. അതായത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് 2 സൈഡ് എററാണ്, 1 സൈഡ് എററാണ്. ഇതങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല. 2 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് സൈഡും തെറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, 2 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, 760 എന്നുള്ളത് 670 എഴുതി എന്ന് വിചാരിക്കുക. എന്നാലും ഡെബിറ്റ് ഭാഗം എന്താവും, ക്രെഡിറ്റ് ഭാഗം തെറ്റും. ഓക്കെ, അതേസമയം ഈ എമിഷൻ ഉള്ള സാധനം ഉണ്ടല്ലോ, അതായത് വിട്ടു പോവാന്നുള്ളത്, അതൊക്കെ 1 സൈഡ് എററാണ്. ഒരു ഭാഗം വിട്ടുപോയി, അപ്പോൾ ഒരു ഭാഗം എന്താവുള്ളൂ, തെറ്റാവുള്ളൂ, മറ്റേ ഭാഗം എന്തായിരിക്കും, ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നോക്കണമെന്നില്ല. രണ്ട് ടൈപ്പ് എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് 2 സൈഡ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സൈഡ് എന്താവും തെറ്റ് വരുന്നത്. പിന്നെ 1 സൈഡ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗം മാത്രമേ എന്താവുള്ളൂ, തെറ്റാവുള്ളൂ. അപ്പോൾ നോക്കാം, നമ്മളിതിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ മനസ്സിലാക്കുക. ഒന്ന്, എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എഴുതി നോക്കണം കേട്ടോ. പറഞ്ഞാൽ മാത്രം പോരാ, എഴുതി നോക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്തില്ലാന്നോ ഇതിനുള്ള ടൈമില്ല, പിന്നേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഈസ് പ്രിപ്പയർഡ്, അത് തയ്യാറാക്കപ്പെടുന്നത് എങ്ങനെയാണ്, വിത്ത് ബാലൻസ് ഓഫ് ലെഡ്ജർ. ഒന്നുകിൽ ലെഡ്ജറിൻ്റെ ബാലൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജറിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞ സാധനം ഡെഫിനിഷനിൽ ഉള്ള സാധനം തന്നെയാണ്, ടെസ്റ്റ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ലൊക്കേറ്റ് എറർ, അതായത് തെറ്റുകൾ കണ്ടെത്താനാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, അതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാണ്ട്, ഇവിടുത്തെ ഒരു സംഭവം അതെന്താണെന്ന് വെച്ചാൽ, ട്രയൽ ബാലൻസ് എന്താക്കി നമ്മൾ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഡെബിറ്റ് ഭാഗവും ക്രെഡിറ്റ് ഭാഗവും തുല്യമല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് കുറേ സമയം കളയാനൊന്നും അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ട് അവിടെ ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേരെന്താണെന്ന് ചിലപ്പം ചോദിക്കും. അതിൻ്റെ പേരാണ് സസ്പെൻസ് അക്കൗണ്ട്. മറക്കരുതിട്ടോ, ചിലപ്പോൾ ചോദിക്കും എന്താണ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് ട്രയൽ ബാലൻസിലെ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ അഗ്രി ആവാത്ത സമയത്ത്, യോജിക്കാത്ത സമയത്ത് നമ്മൾ താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണെന്ത്, സസ്പെൻസ് അക്കൗണ്ട്. മാറിപ്പോവരുത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ.